ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ SN ഓട്ടോമൊബൈൽ ടെക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് 2019 സ്വിഫ്റ്റ് ഡിസയർ ടൈമിംഗ് ചെയിൻ മാറ്റാനായിട്ട് വന്നിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം EGR വാൾവ് അഴിച്ച് ക്ലീൻ ചെയ്ത് നേരെ ഇതിലേക്ക് പോകാം. അപ്പോൾ ഇത് 1,12,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ഡിസയർ ന്യൂ മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടൈമിംഗ് ചെയിനും അതുപോലെ തന്നെ EGRും നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരുമിച്ച് തന്നെ ഇളക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ ടൈമിംഗ് ചെയിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ഒരാൾ EGRൻ്റെ സെക്ഷനും. നമ്മളിപ്പോൾ ടൈമിംഗ് ചെയിൻ മാറ്റണമെങ്കിൽ എഞ്ചിൻ ഓയിൽ ആദ്യം ചോർത്തണം. അതുപോലെ തന്നെ ഇതിൽ കൂളൻ്റ് വാട്ടർ നമ്മൾ ചോർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സംഭവിച്ച് ചെയിനും കാര്യങ്ങളും ഇളക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കൂളൻ്റ് ചോർത്തണമെന്ന് വെച്ചാൽ EGRൽ കൂടെ തന്നെ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കൂളിംഗ് ആക്കാൻ വേണ്ടിയുള്ള സിസ്റ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോസും കാര്യങ്ങളൊക്കെ ഇളക്കണമെങ്കിൽ ഈ എഞ്ചിൻ്റെ ബാക്ക് സൈഡിലാണ് EGR സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കേണ്ടി വരും. അതുപോലെ തന്നെ ട്യൂബും കാര്യങ്ങളും പിന്നെ EGR വാൾവ് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ 1,00,000 കിലോമീറ്ററിൽ കമ്പനി പറയുന്നത് 30,000 കിലോമീറ്ററിൽ ഈ EGR വാൾവ് അഴിച്ച് ക്ലീൻ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ ആരും ചെയ്യത്തില്ല. ഇത് EGR വാൾവ് എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്നാണ്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് EGR വാൾവ് കൊടുത്തിട്ടുള്ളത്. ഇത് ഐഡിലിംഗ് സമയത്ത് വാൾവ് ഓപ്പൺ ആവുകയും നൈട്രജൻ ഓക്സൈഡ് തടയാൻ വേണ്ടി എഞ്ചിനകത്തോട്ട് പോയി പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു EGR വാൾവ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് എഞ്ചിൻ ഓയിലൊക്കെ നല്ല പടന്നിങ്ങനെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ടർബോ ചെറിയൊരു കംപ്ലൈൻറ്റിൽ ചെറിയൊരു വീക്കുണ്ട്. അപ്പോൾ ഓവറായിട്ട് റൈസ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഇൻ്റർകൂളർ വഴി ഇതുവഴി നേരെ ഇതിനകത്ത് കയറി ഈ ഒരു ഹോസ് വഴി ഈ ഒരു EGR വാൾവിനകത്ത് പോവുകയാണ്. ഇല്ലറ്റിനകത്തോട്ട് എഞ്ചിൻ ഓയിൽ ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഇത് കരി കയറി ബ്ലോക്ക് ആവും. കാർബൺ ഡെപ്പോസിറ്റ് നല്ല രീതിക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവാം. ഇതിൽ ഇല്ലറ്റിൽ വരുന്ന ഭാഗങ്ങളൊക്കെ അടഞ്ഞു വരുമ്പോൾ എയർ കറക്റ്റ് കിട്ടാതെ വരികയും ഇഞ്ചക്ടറിൽ വരുന്ന ഡീസൽ നല്ല പ്രഷറിൽ കൊടുക്കുകയും എയർ കിട്ടാതെ വരുമ്പോൾ ഡീസൽ ഒരുപാട് കത്തും. അങ്ങനെയാണ് ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും വർക്ക് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു എൻജിൻ്റെ മേളത്തെ കവർ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് എൻജിൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വൈബ്രേഷൻ തടയാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ എൻജിൻ ഓയിൽ ചോർത്തണം. എൻജിൻ ഓയിൽ ചോർത്താൻ വേണ്ടി T45 ഒരു ഫ്ലവർ ബോക്സ് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡ്രൈൻ ബോൾട്ട് ഇളക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല കറുത്തിട്ടുണ്ട്. കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി കട്ടി നല്ല കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ, ഈ ഒരു അവസ്ഥ ഉണ്ടോ, നല്ല വിസ്കോസിറ്റി നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എഞ്ചിൻ ഓയിൽ സൗണ്ടും വ്യത്യാസമുണ്ട്. ചെയിനിൽ ലൂബ്രിക്കേഷൻ കിട്ടാതെ വരുമ്പോൾ സൗണ്ട് ഒരുപാട് വരും, ചെയിൻ നോയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാങ്കേഴ്സ് നമ്മൾ സൈലൻസറൊക്കെ ഇളക്കണം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെ വയ്ക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ക്രാങ്കേഴ്സ് അതുപോലെ തന്നെ വാട്ടർ പമ്പ് ബെൽറ്റ് പുള്ളി കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇളക്കണം. ഒരു റൈറ്റ് സൈഡ് വീൽ ഇളക്കേണ്ടി വരും. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചോർത്തിയിട്ടുണ്ട്. ഇനി കൂളൻ്റ് നമ്മൾ ചോർത്തണം. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ആദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി വയർ ആദ്യം ഊരിയിടേണ്ടി. അപ്പോൾ ബാറ്ററി നമ്മൾ വയർ ഊരിയിടണം. ബാറ്ററി 2 വയറും നമ്മളിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഊരിയിട്ടതിന് ശേഷം മാത്രമേ നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ കുറേ വയറിംഗ് കിറ്റുകൾ, ബാറ്ററിയുടെ വയർ ഊരിയാൽ മാത്രമേ വയറിംഗ് കിറ്റുകൾ നമ്മളിപ്പോൾ ഏത് സെൻസറിൻ്റെ വയറായാലും നമ്മൾ ഊരാവും. അതല്ലാതെ ഊരിക്കഴിഞ്ഞാൽ മാൽ ഫംഗ്ഷൻ നമ്മളിപ്പോൾ മീറ്ററിൽ ചെക്ക് ലാമ്പ് ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ ആ ഒരു ശ്രദ്ധ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂളൻ്റ് നമ്മൾ ചോർത്തണം, എയർ ഫിൽറ്ററിൻ്റെ ബോഡി. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഇളക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻ്റർകൂളർ അഴിച്ച് ക്ലീൻ ചെയ്യും. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഇൻ്റർകൂളർ ഈ 1,12,000 കിലോമീറ്റർ ആയിട്ടും ഇതുവരെയായിട്ടും ഒരു വർക്കും ഇതുവരെ കസ്റ്റമർ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഇതൊരു ടാക്സി വേരിയൻ്റ് ആണ്. അപ്പോൾ
1,00,000 കിലോമീറ്ററിൽ ടൈമിംഗ് ചെയിൻ മാറ്റണമെന്ന് ഞാൻ മുമ്പ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ 30,000 കിലോമീറ്ററിൽ EGR വാൽവ് ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ ആരും ടാക്സി വാഹനങ്ങളിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ ഈ ടൈമിംഗ് ചെയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപോലെ നമ്മൾ കൺട്രോൾ ചെയ്യാം. അത് മൈലേജും പവറും വണ്ടിയുടെ എഞ്ചിനിലുള്ള സുരക്ഷ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു EGR വാൽവൊക്കെ നേരത്തെ കഴിച്ച് ക്ലീൻ ചെയ്ത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു പിസ്റ്റണിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിലും വാൽവിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് കയറി അടഞ്ഞു കൂടിയിരുന്നാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആകത്തില്ല. ആ ഒരു വിഷയമാണ് വരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ടൈമിംഗ് ചെയിൻ്റെ മൊത്തം കിറ്റ് മാറും. 2 സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ ചെയിന്, പിന്നെ ചെയിൻ്റെ അഡ്ജസ്റ്റർ, അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് കവറിൻ്റെ പാക്കിങ്, അതിൻ്റെ പ്ലാഞ്ച്, എൻ്റെ ഫ്രണ്ട് ക്രാങ്ക് ഓയിൽ സീല്, പിന്നെ വാട്ടർ പമ്പ് ബെൽറ്റ്. വാട്ടർ പമ്പ് വിഷയം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യും. പക്ഷേ വാട്ടർ പമ്പ് വിഷയം വരത്തില്ല, അത് പുതിയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ വാട്ടർ പമ്പ് കുഴപ്പമില്ല. അപ്പോൾ വാട്ടർ പമ്പ് ബെൽറ്റ് നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യും. ഇതിൽ വരുന്ന ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ പാക്കിങ്, അതുപോലെ തന്നെ EGRൻ്റെ ഓറിങ്ങും വാഷറും ഒരു പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. പിന്നെ ഇതിൽ വരുന്ന കൂളൻറ്റിൻ്റെ ഹോസുകൾ ഹാർഡായി കഴിഞ്ഞാൽ അതും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. ഇത് ഒരുപാട് കൂളൻ്റ് ഹോസുകൾ ഇതിൽ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൽ EGR വാൾവിന് പോകാനും അതുപോലെ തന്നെ അകത്ത് ഹീറ്റിങ്ങിനുള്ള ഹോസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോസ് ഹാർഡായി കഴിഞ്ഞാൽ ആ ഒരു ഹോസും നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. പിന്നീട് ഇളക്കാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഇളക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റും തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്രാങ്കിൽ ഫ്ലൈ വീലിൽ ടൈമിംഗ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ ടൂൾസ് ടൈമിങ്ങിൻ്റെ. അപ്പോൾ ക്രാങ്കേഴ്സിൻ്റെ ബോൾട്ടെല്ലാം നമ്മളിപ്പോൾ ഇളക്കി നമുക്കിപ്പോൾ എഞ്ചിൻ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ പുള്ളി എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ മുടുക്കുന്ന പൊസിഷനിൽ, ടൈറ്റ് ചെയ്യുന്ന പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഇളക്കിയെടുക്കുന്നത്. ഈ ഒരു പുള്ളി ലൂസ് ചെയ്യണം ആദ്യം തന്നെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രാങ്കേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇളക്കാവൂ. അപ്പോൾ നമ്മൾ പുള്ളി ലൂസ് ചെയ്തു, എഞ്ചിൻ പുള്ളി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലാണ് പ്ലാഞ്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. ബെൽറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് എഞ്ചിൻ പുള്ളി, ബാക്ക് സൈഡിൽ വരുന്ന പ്ലാഞ്ച്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുത്തു. ഈ ഒരു ടൈമിംഗ് കവറിലാണ് ഓയിൽ സീൽ വരുന്നത്. എഞ്ചിൻ ഓയിൽ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ സീൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ സീൽ നമ്മൾ പുതിയ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ക്രാങ്കേഴ്സ് ഇളക്കേണ്ടത്. ക്രാങ്കേഴ്സ് ഇളക്കിയാൽ മാത്രമേ ബാക്കി ടൈമിംഗ് ചെയിൻ്റെ എല്ലാ സെക്ഷനും നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ. ക്രാങ്കേഴ്സ് ഇളക്കിയിട്ട് എഞ്ചിൻ്റെ അടിയിൽ ഈ ഒരു സൈഡിലായിട്ട് ജാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ, എഞ്ചിൻ മൗണ്ടിങ് ഊരിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കവർ ഊരിയെടുക്കണം. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഈ ഒരു ക്രാങ്കേഴ്സിൻ്റെ ഇടയിൽ കയറ്റി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊന്നി വിട്ടാൽ മതി. ഈ ഒരു ക്രാങ്കേഴ്സ് ഇതിൽ പാക്കിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ പശ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന നേരത്ത് പശ ഉണങ്ങിയിട്ട് നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ. ആ ഒരു സമയം കൊടുക്കണം പശ ഉണങ്ങാനായിട്ട്. ഓക്കെ, അങ്ങനെ ക്രാങ്കേഴ്സ് ഇളക്കിയിട്ടുണ്ട്. ക്രാങ്കേഴ്സ് നമ്മളിപ്പോൾ ഇളക്കിയാലും ഇതിലൊരു 200 ml എഞ്ചിൻ ഓയിൽ ഇതിൽ കൂടി തന്നെ കാണും. നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ ചോർത്തിയാലും ഒരു 100 ml അടുപ്പിച്ച് വരുന്നതായിരിക്കും. പക്ഷേ ഇതിൽ വരുന്ന ഓയിൽ പമ്പിൽ ഇതിൽ ഓയിൽ ശകലം ഉണ്ടായിരിക്കും. അത് ഡ്രെയിനായി പോകാൻ സമയമെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രോസ് ബാർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ റാമ്പിലിട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം എളുപ്പമായിരിക്കും. റാമ്പ് ലിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രോസ് ബാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്രോസ് ബാർ. ഒരു ത്രെഡ് ജാക്കി, അതുപോലെ തന്നെ ഒരു കട്ടത്തടി വെച്ചതിന് ശേഷം എ സി കംപ്രസറിൻ്റെ ബ്രാക്കറ്റിൽ ഈ ഒരു ജാക്കി കൊള്ളിച്ച് നിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് മുകളിലുള്ള മൗണ്ടിങ്, എഞ്ചിൻ മൗണ്ടിങ് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഇവിടെ സേഫ്റ്റിക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ജാക്കി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ മൗണ്ടിങ്. ഒരു 3 അതുപോലെ തന്നെ മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ഒരു 6 നെട്ടും ബോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ബ്രാക്കറ്റ്, മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റ് ഊരിയെടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ ബെൽറ്റ്, ടെൻഷനർ ബെയറിങ്ങും അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഇളക്കിയെടുക്കണം. വാട്ടർ പമ്പിൽ 4 ബോൾട്ട് വരുന്നുണ്ട്. ടെൻഷനർ ഇളക്കാൻ വേണ്ടി ഒരു 50യുടെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ 50 വരുന്നത്. അപ്പോൾ അതും ഇളക്കിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ ടൈമിംഗ് കവർ ഒരു 17 നെട്ടും ബോൾട്ടായിട്ട് വരുന്നുണ്ട്. ഒരു 3 നെട്ടും വരുന്നുണ്ട് ഈ ഒരു ടൈമിംഗ് കവറിൽ. അപ്പോൾ അത് ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് എഞ്ചിൻ മൗണ്ടിങ് എന്ന് പറയുമ്പോൾ. എഞ്ചിൻ്റെ ലോഡ് മൊത്തം താങ്ങി ബോഡിയിലോട്ട് ഫിക്സ് ചെയ്യുന്ന എഞ്ചിൻ മൗണ്ടിങ്. അത് റബ്ബറാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ബോഡിയിലോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ഒരു മൗണ്ടിങ് ആണ് വരുന്നത്. അപ്പോൾ 4 മോഡൽ വണ്ടിയിൽ 4 ടൈപ്പാണ് മൗണ്ടിങ് വരുന്നത്. ഓരോ മോഡൽ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഗിയർ ബോക്സിൽ 2 മൗണ്ടിങ് വരുന്നുണ്ട്, എഞ്ചിനിൽ ഒരു മൗണ്ടിങ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ടൈമിംഗ് കവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു അഡ്ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു കവറുണ്ട്. ഈ കവറിൽ ഒരു പാക്കിങ് കൊടുത്തിട്ടുണ്ട്. ഈ പാക്കിങ് ചൂടായി നല്ല ഹാർഡായി കഴിഞ്ഞാൽ ഈ ഒരു പാക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്കാവാൻ തുടങ്ങും. ഇപ്പോൾ ഓയിൽ കനിവ് നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ടൈമിംഗ് കവർ ഇളക്കിയാലും ഈ ഒരു പാക്കിങ് നമ്മൾ പേസ്റ്റ് തേച്ച് ആഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലീക്കും കാര്യങ്ങളൊന്നും വരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓയിൽ ലീക്കുള്ള വണ്ടി ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പാക്കിങ് ഈ ഒരു കവർ അഴിച്ച് പാക്കിങ്ങിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിലും ഈ ഒരു പുതിയ ന്യൂ മോഡൽ വാഹനത്തിലും 1,00,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ടൈം എഞ്ചിൻ ഇളക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു കവർ പേസ്റ്റ് വെച്ചിടണം. അപ്പോൾ ഇതാണ് ടെൻഷനർ ബെയറിംഗ് എന്ന് പറയുമ്പോൾ ബെൽറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് ലൂസ് ആവണതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് ബെൽറ്റ് ടെൻഷനറാണ്. അപ്പോൾ ഇതിൽ സ്പ്രിങ്ങും കാര്യങ്ങളും കമ്പനി തന്നെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ബോഡിയിൽ ഒരു സ്റ്റഡിയും കൊടുത്തിട്ടുണ്ട്. ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബെൽറ്റ് ടെൻഷനർ ബെയറിംഗ് ആണ്. ഈ ഒരു ബെയറിങ്ങിലാണ് ബെൽറ്റ് ടൈറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നമ്മൾ പുതിയ തന്നെ ഫിക്സ് ചെയ്യും. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല, യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ബെൽറ്റ് നോയ്സും കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്യും. ടെൻഷനർ ബെയറിംഗ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. വാട്ടർ പമ്പ് വെള്ളം പമ്പ് ചെയ്ത് എഞ്ചിനിലോട്ട് കൊടുക്കുന്ന ഒരു വാട്ടർ പമ്പാണ്. അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പ് ഡ്രൈവ് ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. അപ്പോൾ ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ പമ്പിൽ വരുന്ന ഓറിങ് നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. ഇളക്കുന്ന സമയത്ത് ഈ ഓറിങ്ങിൽ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓറിങ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്തും ഒന്ന് കീറാനോ ഒന്നും പാടില്ല. അപ്പോൾ ഓറിങ് നമ്മൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ വാട്ടർ പമ്പിൽ ഇമ്പല്ലറാണ് ഈ കാണുന്നത്. ഇതെല്ലാം വെള്ളം പമ്പ് ചെയ്ത് എഞ്ചിനിലോട്ട് റൊട്ടേഷൻ ചെയ്യാനാണ്. വെള്ളം റേഡിയേറ്ററിൽ പോയി പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാട്ടർ പമ്പ് കൊടുത്തിട്ടുള്ളത്. കൂളിംഗ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ വെള്ളം കറക്റ്റ് പമ്പ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു വാട്ടർ പമ്പ്. വാട്ടർ പമ്പിൽ ഒരു പുള്ളി കൊടുത്തിട്ടുണ്ട്. ബെൽറ്റിൽ വരുന്ന ടീത്താണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. വാട്ടർ പമ്പ് നമ്മൾ ഈ ഒരു ഓറിങ്ങിൽ ചെറുതായിട്ട് പേസ്റ്റ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇളക്കിയത് കൊണ്ടാണ് നമ്മൾ പേസ്റ്റ് വെച്ച് ആഡ് ചെയ്യുന്നത്. പുതിയ വാട്ടർ പമ്പ് ആണെങ്കിൽ നമുക്ക് പേസ്റ്റ് ഒന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓറിങ് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. എപ്പോൾ നമ്മൾ ഇളക്കിയാലും ചെറുതായിട്ട് നൈസിനൊന്ന് ഒരു പേസ്റ്റ് വെച്ച് നമുക്കൊരു വിശ്വാസം ലീക്കാവുന്നില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ടൈമിംഗ് കവറിൻ്റെ ബോൾട്ടെല്ലാം ഒരു 17 ബോൾട്ടും അതുപോലെ തന്നെ 3 നെട്ടും വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇളക്കി ഈ ഒരു ടൈമിംഗ് കവർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഒരു ബ്രീത്തർ പൈപ്പ് ഉണ്ട് ഓയിൽ സെപ്പറേറ്ററിൻ്റെ. അപ്പോൾ ആ ഒരു പൈപ്പ് നമ്മൾ ഇളക്കിയെടുത്തു. അടിയിൽ ഒരാൾ പിടിച്ചിട്ട് വേണം അടി സൈഡിൽ നിന്നാണ് ഇളക്കി ഊരിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ടൈമിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഈ കാണുന്നതെല്ലാം നമ്മളിതിൻ്റെ ഫുൾ സെറ്റായിട്ട് തന്നെ എല്ലാം മാറ്റുന്നുണ്ട്. അഡ്ജസ്റ്റ് നല്ല തേഞ്ഞിട്ടുണ്ട് കണ്ടോ. അഡ്ജസ്റ്റ് ഇങ്ങ് ചാടിയിട്ടുണ്ട്. ഈ ഒരു ചെയിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങ് അകത്തോട്ട് കയറി വരുന്ന ആ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഈ ഒരു ഗൈഡ് കണ്ടോ. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് തള്ളുന്ന ഒരു പൊസിഷൻ കണ്ടോ. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തള്ളി ഈ ഒരു സൈഡിലായിട്ട് കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഗൈഡ് ചെയിനും തേയ്മാനം കൂടുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓയിൽ പ്രഷർ കയറി ഹൈഡ്രോളിക് അഡ്ജസ്റ്റാണ്. ഇങ്ങനെ പ്രഷർ കൂടി ഇങ്ങനെ തള്ളി ഈ ഒരു സൈഡിലായിട്ട് വരും. ഒരുപാട് ചാടി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് മാറി പിന്നെ സ്റ്റാർട്ടാവാതെ വരികയും ഇതിൻ്റെ വാൽവ് പിടിച്ച് ബെൻഡാവുകയും ആ ഒരു കാര്യമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് 1,00,000 കിലോമീറ്ററിനകത്ത് തന്നെ ഈ ഒരു ടൈമിംഗ് ചെയിൻ മാറ്റാനും. നമ്മളിപ്പോൾ 2 സ്പ്രോക്കറ്റ് ക്രാങ്കും ക്യാമിൻ്റെ സ്പ്രോക്കറ്റ് ടൈമിംഗ് ചെയിൻ ഇതിൻ്റെ 2 ഗൈഡ് അതുപോലെ തന്നെ അഡ്ജസ്റ്റർ പ്ലാഞ്ച് ടൈമിംഗ് കൗണ്ടർ പാക്കിങ് പിന്നെ ബെൽറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പുതിയ തന്നെ ചേഞ്ച് ചെയ്യും. എല്ലാ ജെനുവൻ പാർട്സ് തന്നെ മാരുതി ജെനുവൻ പാർട്സ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യം ഇളക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഈ EGR വാൽവ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും EGR വാൽവ് ഉണ്ട്. അപ്പോൾ EGR വാൽവിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന പിസ്റ്റണിൽ എഞ്ചിൻ ചൂടായിരിക്കുന്ന സമയത്ത് നൈട്രജൻ ഓക്സൈഡ് പുറന്തള്ളും. അപ്പോൾ ഈ പുറന്തള്ളുന്ന നൈട്രജൻ ഓക്സൈഡിനെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൈലൻസറിൽ കൂടി പോകുന്ന എയറിനെ നമ്മളൊക്കെ ഇതിലോട്ടുള്ള ഇല്ലറ്റ് മാനിഫോൾഡിനകത്തോട്ട് കടത്തിവിട്ട് ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് കടത്തി വിടുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യും. ഇത് പൊല്യൂഷൻ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് EGR സിസ്റ്റം ഡീസൽ വാഹനങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം എല്ലാ വാഹനങ്ങളിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചില വാഹനങ്ങളിൽ ചില ആൾക്കാർ ബ്ലാക്ക് സ്മോക്ക് ഒരുപാട് വരുമ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ ചില പഴയ മെക്കാനിക്ക്മാർ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെമ്മി വെച്ച് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് കാരണം പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ് നമ്മളെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏതൊരു വാഹനത്തിലും EGR വാൽവ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കണം. ഇതിൽ കൂടെ തന്നെ ഇതിൽ വാട്ടർ ലൈൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ ഒരു 2000-1500 ഡിഗ്രിയൊക്കെ എഞ്ചിനകത്ത് വരുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് തിരിച്ച് എഞ്ചിനിലോട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കൂളിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാട്ടർ ലൈൻസും കൂളിങ്ങും വരുന്നത്. ഇതിൽ എയർ തണുപ്പിച്ചാണ് എഞ്ചിനകത്തോട്ട് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു കൂളിംഗ് സിസ്റ്റം EGR വാൽവിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെ ഇലക്ട്രോണിക് സോളിനോയിഡ് സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് ആകുമ്പോൾ ECM പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. ഏതൊരു സമയത്ത് നമ്മൾ സൈലൻസറിൽ കൂടി പോകുന്ന എയർ ഒരു O2 സെൻസറിൻ്റെ സഹായത്താൽ
എല്ലാ ഭാഗത്തും സെൻസർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഏത് പൊസിഷനിൽ വരുമ്പോഴാണ് ഈ നൈട്രജൻ ഓക്സൈഡ് പുറന്തള്ളുന്നത് ആ ഒരു രീതിയാകുമ്പോൾ വാൽവ് ഓപ്പൺ ചെയ്യും. EGR വാൽവ് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് ഗ്യാസ് ഇല്ലറ്റിനകത്തോട്ട് കയറി എഞ്ചിനകത്തോട്ട് പോയി വീണ്ടും ഈ നൈട്രജൻ ഓക്സൈഡിനെ തടഞ്ഞ് സാധാ ഒരു രീതിക്ക് പോകുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ECM പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു സോൾഡ് ഔട്ട് സ്വിച്ച് ഓപ്പൺ ആവുകയും എയർ കടത്തി വിടുകയും ചെയ്യുന്നത്. അപ്പോൾ EGR വാൽവ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ആവത്തില്ല. നമ്മളിപ്പോൾ ഐഡലിംഗ് സമയത്തും ചില സമയത്തും ഈ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഓവറായിട്ട് റൈസ് ചെയ്ത് ഈ ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കും EGR വാൽവ് ഓപ്പൺ ആകുന്നത്. അങ്ങനെയൊന്നുമല്ല. EGR വാൽവിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഐഡലിംഗ് ചെയ്യുന്ന സമയത്ത് വാൽവ് ഓപ്പൺ ആവുകയും ഇതിൽ വരുന്ന ഈ ECM പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു വാൽവ് ഓപ്പണായി പൊല്യൂഷൻ കൺട്രോൾ ചെയ്ത് തരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പറയും വാൽവ് ഓപ്പൺ ആവുകയും നല്ല ഷട്ടം പിക്കപ്പ് കിട്ടും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വരുന്നത് ടർബോയാണ്, ടർബോയുടെ വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൽ കൂടുതലായിട്ടും ടർബോ വീക്കാണ്. ഈ ഒരു വാഹനത്തിൽ ടർബോ വീക്കായതുകൊണ്ട് ഇതിനകത്തുള്ള കരിയെല്ലാം കൂടി ഓയിലും കരിയെല്ലാം കൂടി മിക്സായി ഈ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ കരിയെല്ലാം കൂടി ബ്ലോക്ക് ആയത് കണ്ട് ഈ ഒരു ഭാഗം കാണിച്ചു തരാം. ഇല്ലറ്റിൽ വരുന്ന ഭാഗമാണ്. നല്ല ബ്ലോക്കായി ഇരിക്കുകയാണ്. ഇതിനകത്തുള്ള കരിയും കാര്യങ്ങളെല്ലാം കൂടി കുഴമ്പ് രൂപത്തിലായിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കരിയുണ്ടോ, ഇത് 30,000 കിലോമീറ്റർ കണ്ടോ. ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന കരി 30,000 കിലോമീറ്ററിനകത്ത് വെച്ച് ക്ലീൻ ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എല്ലാവരും 1,00,000 കിലോമീറ്റർ ടൈമിംഗ് ചെയ്ത് മാറുമ്പോൾ ഇത് ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് അടഞ്ഞു കൂടിയാലും അതുപോലെ തന്നെ ഈ ഒരു കരി കയറി ബ്ലോക്ക് ആയാലും ടർബോ കംപ്ലയിൻറ്റ് വരാം. ടർബോയിൽ എയർ കറക്റ്റ് കിട്ടാതെ വരികയും ഇതിൽ വരുന്ന ടർബോയിൽ വരുന്ന ഓയിൽ റിങ്സ് കംപ്ലയിൻ്റ് ആയി ഓയിൽ ഇൻ്റർകൂളർ വഴി ഇതിലത് അടിച്ച് കയറാനും സാധ്യതയുണ്ട്. അതിപ്പോൾ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ടർബോ വീക്കായി ഓയിൽ ഇങ്ങനെ കയറി വരുന്നത്. ആ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പോൾ അവർ ശ്രദ്ധിക്കണം. നിങ്ങൾ തുച്ഛമായ കോസ്റ്റൊക്കെ വരുന്നുള്ളൂ. ഇതിൽ EGRൽ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളും ഹോസ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഹോസ് മാറും. പിന്നെ ഓറിങ്ങും കാര്യങ്ങളും ഇല്ലറ്റ് മാനിഫോൾഡിൽ വരുന്ന ഓറിങ്ങും അതുപോലെ തന്നെ പാക്കിങ്ങും നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ച് ചെയ്താൽ കംപ്രഷൻ ലീക്ക് ആവാതിരിക്കുകയും നല്ല സ്റ്റാർട്ടിങ്ങും അതും പവറും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ EGRൽ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളും മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഹോസും കാര്യങ്ങളും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതാണ് 30,000 കിലോമീറ്ററിൽ നിങ്ങൾ ഇതുപോലെ സർവീസ് ചെയ്താൽ ഒരുപാട് നാൾ നിങ്ങളുടെ എൻജിൻ സുരക്ഷിതത്തോടെ ഇരിക്കും. പൊല്യൂഷൻ കൺട്രോൾ നല്ലതുപോലെ നടക്കുകയും ചെയ്യും. അപ്പോൾ കൂളൻറ്റും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഇൻ്റർകൂളറും ബാക്കി എയർ ഫിൽറ്ററൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇനി ഇതിൽ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ EGR വാൽവിനകത്തുള്ള ഈ ഒരു കരിയൊക്കെ നമ്മൾ റിമൂവ് എടുത്ത് കളയും. അപ്പോൾ സോളിനോട് സ്വിച്ച് വർക്കിംഗ് ആണോ എല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇളക്കേണ്ടതെന്ന് വെച്ചാൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കണം. അപ്പോൾ EGR വാൽവ് ഇളക്കിയാൽ മാത്രമേ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കാൻ കഴിയത്തുള്ളൂ. ഇതിൽ വരുന്ന കാർബൺ ഡെപ്പോസിറ്റ് ഒരു നൈട്രജൻ ഓക്സൈഡ് ഒരു കട്ടയായിട്ട് ഇല്ലറ്റ് മാനിഫോൾഡിനകത്ത് കയറി നിറഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും വരുന്നത് ഇല്ലറ്റ് മാനിഫോൾഡിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഇളക്കാൻ പോവുകയാണ്. മാനിഫോൾഡിൽ ഒരു 10 ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് മാനിഫോൾഡ്. ഇതിനകത്തൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്, EGR വാൽവ്. EGR വാൽവിലുള്ള കരി ഞാൻ നിങ്ങൾക്ക് ഇല്ലറ്റിനകത്തൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന കരിയുണ്ടോ. അപ്പോൾ ഇത് ടർബോയിൽ വരുന്ന ഓയിലും കരിയും കൂടി മിക്സായി ഒരു കുഴമ്പ് രൂപത്തിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചില വാഹനങ്ങളിൽ ടർബോ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ഇത് കരി കണക്ക് ഇല്ലറ്റ് മൊത്തത്തിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ എയറിൻ്റെ അളവ് കിട്ടാതെ വരും. നമ്മളിപ്പോൾ ഏത് വാഹനമായാലും എയറും ഫ്യൂലും കൂടി കത്തിയാണ് പോകുന്നത്. എയർ കറക്റ്റായിട്ട് കിട്ടണം. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എയർ കിട്ടാതെ വരുമ്പോൾ ഫ്യൂവലിൻ്റെ അളവ് ഒരുപാട് കൂടും. അപ്പോൾ മൈലേജ് നല്ല കുറവായിരിക്കും. ഫ്യൂവലിൻ്റെ അളവ് കൂടുമ്പോൾ സാധാരണഗതിയിൽ നല്ല ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവും, നല്ല കറുത്ത പുക ഇങ്ങനെ കരിയായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ചില വാഹനങ്ങളിൽ ഈ ഓൾഡ് മോഡൽ EGR തുടങ്ങി വരുന്ന ആ ഒരു വാഹനങ്ങളിലൊക്കെ ചില മെക്കാനിക്കുമാർ ഇതുപോലെ കരിയൊക്കെ ബ്ലോക്കായി അടഞ്ഞു കൂടിയിരിക്കുമ്പോൾ EGRനെ അങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ കറുത്ത പുക അങ്ങ് കുറയും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം. അപ്പോൾ EGR നിങ്ങൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വർക്കിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. EGRനെ നിങ്ങൾ ക്ലീൻ ചെയ്ത് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ഡെമി വെച്ച് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എൻ്റെ അറിവിലുമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കാം. അപ്പോൾ പൊല്യൂഷൻ നമ്മളെ രീതിയിൽ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ EGR വാൽവും ഡീസൽ വാഹനങ്ങളിൽ കൊടുത്തിട്ടുള്ളത്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ആ ഒരു രീതിയിൽ കമ്പനി പറയുന്ന സമയത്തിന് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഒരുപാട് നാൾ സുരക്ഷിതത്തോടെ കൊണ്ട് നടക്കാം. എഞ്ചിൻ ലൈഫ് ഒരുപാട് കിട്ടും. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ ടൈമിംഗ് കവർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്ന ടൈമിംഗ് കവറിലുള്ള ഒരു കവറുണ്ട്,
അപ്പോൾ ഈ കവർ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെയിൻ്റെ ടെൻഷനർ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ മൗണ്ടിങ് ഇളക്കി കഴിഞ്ഞാൽ, ഈ 4 ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷനർ എത്രത്തോളം നമ്മളിപ്പോൾ തേഞ്ഞ് പോയിട്ടുണ്ട്, ചെയിൻ എത്രത്തോളം തേയ്മാനമുണ്ടെന്ന് നമുക്ക് ഈ ഒരു കവർ ഇളക്കാതെ തന്നെ, ചെയിൻ ഇളക്കാതെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി ഈ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ഈ കവറിലൊരു റിങ് കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങാണ് ഈ കാണുന്നത്. ചില വാഹനങ്ങളിൽ ഒരുപാട് ഓവർ ഹീറ്റാകുമ്പോൾ ഈ ഒരു റിങ് ഒരു പാക്കിങ് നല്ല ഹാർഡായി കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഓയിൽ ലീക്ക് ആവാൻ തുടങ്ങും. പക്ഷേ ഇത് ഇപ്പോൾ വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഈ റിങ് തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കൂടിയുള്ള ഓയിൽ ലീക്ക് കുറയും. ചില വാഹനങ്ങളിൽ ഒരുപാട് റൈസ് ചെയ്യുമ്പോൾ ഈ ഒരു പാക്കിംഗ് കംപ്ലൈൻ്റ് ആയി ഒരുപാട് ഓയിൽ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ലീക്കായി ക്രാങ്കേഴ്സിൽ ഒരുപാട് പറ്റിപ്പിടിച്ച് നമ്മൾ വാഹനം ഇടുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ലീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇത് ടൈമിംഗ് കവർ ഇളക്കണമെന്ന് ഇല്ല. ഈ ഒരു കവർ ഇളക്കി ഇതുപോലെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പേസ്റ്റ് തേച്ച് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നാൾ ലാസ്റ്റ് ലീക്ക് നമുക്ക് തടയാൻ കഴിയും. പക്ഷേ ഇത് ഉണങ്ങിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഇട്ട് ഈ ഒരു പശ ഉണങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. പശ തേക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തേച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മേശയിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആഡ് ചെയ്ത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഈ പശ ഉണങ്ങിയിട്ടുണ്ടോ. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എന്നാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പശയൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഓയിൽ ലീക്ക് ഇല്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇളക്കി പശ തേച്ച് ഒട്ടിച്ച് ഇടണം. അപ്പോൾ വരുന്ന അവസ്ഥയിൽ ഇനി ഓയിൽ ലീക്ക് വരാതെയും തടയാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈമിംഗ് കവറിലാണ് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയും പോലെ തന്നെ ഓയിൽ പമ്പ് വരുന്നത്. ഇതാണ് ഓയിൽ പമ്പ്. ഇതിൽ കൂടി തന്നെ ഓയിൽ പമ്പ് ഒരു ഓയിൽ സീൽ കൊടുത്തിട്ടുണ്ട്. ഓയിൽ സീൽ നമ്മളിപ്പോൾ ഇളക്കി പുതിയത് തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓയിൽ സീലിൽ പുറത്തോട്ട് ഓയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഓയിൽ പമ്പിൻ്റെ ഗിയറാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടീത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു ടീത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടീത്ത് കറങ്ങി ഇതിൽ ഓയിൽ സ്റ്റെയിനർ വഴി ഓയിൽ പമ്പ് ചെയ്ത് എൻജിനോട്ട് ഈ ഒരു കവറാണ്. ഇത് ഓയിൽ പമ്പും അതുപോലെ തന്നെ ടൈമിംഗ് കവർ രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. എൻജിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഓയിൽ സ്റ്റെയിനർ ഓയിൽ പമ്പുമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിൽ പൊടിയും മണ്ണും ഒന്നും പാടി നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ നല്ല രീതിക്ക് കെയർ ചെയ്യണം ഈ ഒരു ഓയിൽ സ്റ്റെയിനറും ഓയിൽ പമ്പും. അപ്പോൾ നമ്മൾ ടൈമിങ്ങിൻ്റെ കവറിൽ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതിൽ ഫ്ലവറാണ് കൂടുതലായിട്ട് വരുന്നത്. ഫ്ലവറിൻ്റെ ബോൾട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ ഫ്ലവർ ബോക്സ് വെച്ച് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യും. T40, 45, 50 അങ്ങനെയൊക്കെയാണ് ഒരുപാട് വരുന്നത്. 25 ഫ്ലവറുകൾ. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് മാരുതിയുടെ ജെന്യൂൻ പാർട്സിനെ. ഇപ്പോൾ നമ്മുടെ ടൈമിംഗ് ചെയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1270 രൂപ ഇപ്പോഴത്തെ റേറ്റ് ഉണ്ട്. ജസ്റ്റ് ശകലം റേറ്റ് മാറി കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്പ്രോക്കറ്റ്, വലിയ സ്പ്രോക്കറ്റ് ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ് 340 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാങ്ക് സ്പ്രോക്കറ്റ് 205 രൂപ വില വരുന്നുണ്ട്. മാരുതി ജെന്യൂനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മാരുതി ജെന്യൂൻ തന്നെ വാങ്ങി യൂസ് ചെയ്യുക. പിന്നെ പ്ലാഞ്ച് ഓയിൽ സീൽ വരുന്നുണ്ട് 210 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാഞ്ച് എന്ന് പറയുമ്പോൾ ക്രാങ്കിൽ പുള്ളിയിൽ വരുന്ന പ്ലാഞ്ചാണ് 500 ചില്ലറ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ബെൽറ്റ് ടെൻഷനർ, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെൻഷനറാണ്. അപ്പോൾ 976 രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ടെൻഷനർ എന്ന് പറയുമ്പോൾ. അഡ്ജസ്റ്റർ അസംബ്ലി ടെൻഷനർ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് വെച്ചാൽ വാട്ടർ പമ്പ് ബെൽറ്റ്. ഈ ഒരു ബെൽറ്റ് 425 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. പിന്നെ 2 ഗൈഡ് ഓരോ 2 ഗൈഡ് വരുന്നുണ്ട് 235 രൂപയും. അതുപോലെ തന്നെ ഒരു ഗൈഡിന് 230 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ എടുത്തിട്ടുണ്ട് 5W30 സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ്. 3.5 ലിറ്ററാണ് വരുന്നത്. ഇത് മുട്ടികളെന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമിംഗ് കവറിൻ്റെ പാക്കിങ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്റ്റാഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ കൂളൻ്റ്, എഞ്ചിൻ ഓയിൽ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ EGRൽ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് കാണാം. നമ്മൾ ടൈമിംഗ് ചേർന്ന വീഡിയോ, ചെയിൻ മാറുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ 2 സ്പ്രോക്കറ്റ്, ഗൈഡ്, ടെൻഷനർ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ടെൻഷനറിൻ്റെ ലോക്കാണ് ഇത്. ഓട്ടോമാറ്റിക് ടെൻഷനറാണ്. അപ്പോൾ ഇത് ഓയിലിൻ്റെ പ്രഷർ അനുസരിച്ച് ഇതിന് ചെയിനെ തള്ളി നിർത്തുന്നത്, ചെയിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ടെൻഷനറാണ്. അപ്പോൾ ഈ ടെൻഷനർ നമ്മളിപ്പോൾ ലോക്ക് വിടിയിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ടൈറ്റ് ചെയ്തു. 2 ഗൈഡിൽ വരുന്ന 2 ബോൾട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഗൈഡിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചെയിനിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കിംഗ് ഫ്രണ്ടിലോട്ട് വരണം. അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് എടുത്തു വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ട്. അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തു. അപ്പോൾ ചെറിയ സ്പ്രോക്കറ്റ് ക്രാങ്കിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോക്ക് നമ്മളിപ്പോൾ ഒരു ബോംബ് ഇങ്ങനെ ലോക്ക് വിട്ടിട്ട് നമുക്ക് എറിയുന്ന കണക്കിന് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോക്ക് നമ്മൾ എടുത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, ലോക്ക് എടുത്ത് അപ്പോൾ നല്ല ടൈറ്റിന് ഓട്ടോമാറ്റിക് സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. നല്ല ടൈറ്റ് ഉണ്ട്. ഈ ഒരു കണക്കിനാണ്
നമ്മളിപ്പോൾ പുതിയ ചെയിൻ ഇടുമ്പോൾ ടെൻഷനർ വരുന്നത് കണ്ടോ, ഈ ഒരു മാർക്കിംഗ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എപ്പോൾ നമ്മൾ സെറ്റ് ചെയ്താലും എഞ്ചിൻ ഓയിൽ കുറച്ച് ഈ ചെയിനിൽ ആഡ് ചെയ്ത് കൊടുക്കണം, അടിച്ചോളൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ കയറാൻ കുറച്ച് ഡിലേ വരും. അപ്പോൾ ആ ഒരു സമയത്ത് എഞ്ചിൻ ഓയിൽ ലൂബ്രിക്കേറ്റ് വേണം ഈ ഒരു ചെയിനിൽ. അതിനുവേണ്ടി ഈ ചെയിൻ വരുന്ന ഗൈഡ് വരുന്ന ഭാഗത്തും ചെയിനിലും നല്ല ഒരു മീഡിയം രീതിക്ക് എഞ്ചിൻ ഓയിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ചെയിൻ സെറ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ വീത്താതെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഈ ഒരു ചെയിൻ ടൈറ്റായി ഒന്ന് ഇടിച്ചൊന്ന് ഓഫ് ആവും. വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു പേടി നമുക്ക് ഫീൽ ചെയ്യും. ഇടിച്ചിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ കിട്ടാതെ വരുമ്പോൾ ഇടിച്ചൊന്ന് ഓഫായി അങ്ങ് നിൽക്കും. പിന്നെ രണ്ടാമത്തെ സ്റ്റാർട്ടിങ്ങിൽ വേറെ വിഷയമൊന്നും വരില്ല. എഞ്ചിൻ ഓയിൽ ഇങ്ങനെ പാസ് ചെയ്ത് ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ, എൻ്റെ കയ്യിരിക്കുന്ന ഭാഗം കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് എഞ്ചിൻ ഓയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ചെയിനിൽ. നമ്മൾ എഞ്ചിൻ ഓയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് മാർക്ക് വെച്ചിട്ട് ക്യാം ഷാഫ്റ്റിൽ വരുന്ന ടൈമിംഗ് മാർക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അലങ്കി ബോൾട്ട് ഉണ്ട്, അത് കൊടുത്തതിന് ശേഷം ഒരു സ്പെഷ്യൽ ടൂൾസ് ക്യാം ലോക്ക് ചെയ്ത് നമ്മളിപ്പോൾ ടൈമിംഗ് കവറൊക്കെ സെറ്റ് ചെയ്ത് എഞ്ചിൻ പുള്ളി ടൈറ്റ് ചെയ്ത് ക്രാങ്കേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യും. അപ്പോൾ ഇനിയെല്ലാം കഴിയുന്ന വീഡിയോ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് സെറ്റ് ടൈമിംഗ് കവറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വാട്ടർ പമ്പ്, ടെൻഷനർ, ബെൽറ്റ്, എഞ്ചിൻ പുള്ളി, ക്രാങ്കേഴ്സ്, ഓയിലൊക്കെ വീത്തി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൈം എഞ്ചിൻ എങ്ങനെ മാറണമെന്ന് നിങ്ങൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കൂടി. അപ്പോൾ EGRൻ്റെ വീഡിയോ ഇതിൽ കൂടെ തന്നെ വരികയായിരിക്കും. നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കിയെടുക്കുകയാണ്. 1 മണിക്കൂറുണ്ട് അജേഷ് മച്ച ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ വെച്ച് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ബോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഇളക്കി ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അജേഷേ പെട്ടെന്ന് ആട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ടൈമിംഗ് ചെയിൻ ഇളക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അജേഷ് ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കി എടുത്തിട്ടില്ല, ഏതോ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇല്ലറ്റ് മാനിഫോൾഡ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. മാനിഫോൾഡിൽ വരുന്ന കണ്ടോ ഈ ഒരു വാൾവ് കണ്ടോ, EGR വാൾവ്. അപ്പോൾ ഈ ഒരു വാൾവിലാണ് കരിയൊക്കെ കയറി അടഞ്ഞു കൂടി കാർബൺ ഡെപ്പോസിറ്റ് കണ്ടോ. ഇതിൽ വരുന്ന എയർ കറക്റ്റായിട്ട് കിട്ടാതെ ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ എയർ കിട്ടത്തില്ല. എയർ കിട്ടാതെ നമ്മുടെ മൂക്ക് പോലെ തന്നെയാണ്. നമുക്ക് മൂക്ക് എയർ കിട്ടാതെ വരുമ്പോൾ എന്താണ്, ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അവസ്ഥയും. അപ്പോൾ നല്ല രീതിക്ക് കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞു കൂടി ബ്ലോക്ക് കണ്ടോ, ഇതുണ്ടോ, ഇതെല്ലാം നമ്മളിപ്പോൾ ഇളക്കി ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ 1,00,000 കിലോമീറ്റർ ആയതുകൊണ്ടാണ് ഈ ഇല്ലറ്റ് മാനിഫോൾഡ് മൊത്തം നിറഞ്ഞത്. 30,000 വരുമ്പോൾ ഇതിൻ്റെ പകുതി പോലും വരത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ 30,000 ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 50,000 കിലോമീറ്റർ, 1,00,000ൻ്റെ പകുതി കിലോമീറ്റർ ആകുമ്പോഴേ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. മൊത്തം ബ്ലോക്കാണ്, ഇതിനകത്ത് മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡിലൊരു ഓറങ്ങ് ഉണ്ട്. ഈ ഓറങ്ങ് നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ പാക്കിങ്, ഇല്ലറ്റ് മാനിഫോൾഡിൽ വരുന്ന പാക്കിങ് നമ്മളിപ്പോൾ പുതിയത് നല്ല ഹാർഡായിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഈ റബ്ബർ നല്ല ഹാർഡാവും. അപ്പോൾ എയർ കംപ്രഷൻ ലീക്കാവുകയും വണ്ടി വലിക്കാതെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ ഒരു പാക്കിങ് നമ്മൾ പുതിയത് തന്നെ ചേഞ്ച് ചെയ്താൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നല്ല പവറിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ കണ്ടോ, ഇത് ടർബോയിൽ വരുന്ന ഓയിൽ കയറിയാണ് ഇല്ലറ്റ് മാനിഫോൾഡിനകത്ത് കയറി നിറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കരിയെല്ലാം ക്ലീൻ ചെയ്ത് വാൽവിൽ ഒരു ഓറങ്ങുണ്ട്. ഈ ഓറങ്ങ് നമ്മൾ പുതിയത് തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ വാൽവിൽ കുറേ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോളൊക്കെ അടഞ്ഞ് ബ്ലോക്കായിരിക്കുകയാണ്. ഈ വാൽവിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ ഈ മാനിഫോൾഡിലുള്ള കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി പുതിയതാക്കി എടുത്തിട്ടുണ്ട്. ആ റിങ്ങൊക്കെ പുതിയ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ കിടന്ന ഒരു വാൽവ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ നേരത്തെ, കരി കയറി സ്ലജൊക്കെ കയറി അടഞ്ഞിരിക്കുന്ന ഒരു വാൽവ് ഉണ്ടോ. അപ്പോൾ ഈ വാൽവ് നല്ല ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഹോളുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ ഹോളുകളൊക്കെ നേരത്തെ കാർബൺ ഡെപ്പോസിറ്റ് കയറി അടഞ്ഞ് ബ്ലോക്കായി എല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി EGR സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇല്ലറ്റ് മാനിഫോൾഡ് പാക്കിംഗ് കാര്യങ്ങളെല്ലാം മാറ്റി EGR സിസ്റ്റം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാക്കിംഗ് വെച്ച് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ വരുന്നത് EGR ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ടൈമിംഗ് ചെയിൻ്റെ ഏകദേശമുള്ള വർക്കെല്ലാം ആയിട്ടുണ്ട്. നമ്മൾ മൗണ്ടിങ് എല്ലാം പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ പമ്പ്, അതുപോലെ തന്നെ ബെൽറ്റ്, ടെൻഷനർ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രാങ്കേഴ്സായി. ഇനി ഒരു ചില്ലറ വർക്കും കൂടി ഉണ്ട്. അങ്ങനെ ക്രാങ്കേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തു, എഞ്ചിൻ പുള്ളി ലോക്ക് ചെയ്തു, ടൈമിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്തു, നമ്മൾ കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ മറന്നുപോകാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. ഓക്കെ, ബൈ, സീ യു.